യേശുനാഥ, നിൻ സ്വരം കേൾപ്പാൻ ഞാൻ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ എൻ്റെ യേശുനാഥ, നിൻ സ്വരം കേൾപ്പാൻ ഞാൻ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ നിൻ മഹിമ കാൺമാൻ ഏഴയാമൻ കൺകൾ കൊതിച്ചിടുന്നേ. പ്രാണപ്രിയ നിൻ മഹിമ കാൺമാൻ ഏഴയാമൻ കൺകൾ കൊതിച്ചിടുന്നേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. എബനേസർ ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സത്യദൈവത്തിൻ്റെ സനാതന വചനം അറിയേണ്ടതുപോലെ അറിയുക, ആയിത്തീരേണ്ടതുപോലെ ആയിത്തീരുക, അറിയിക്കേണ്ടതുപോലെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന വേദപഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഗിരിപ്രഭാഷണത്തെ ആധാരമാക്കി കർത്താവിൽ പ്രസിദ്ധനായ ഡോക്ടർ ആൻഡ്രൂസ് വർഗീസ് നയിക്കുന്ന ഗിരിപ്രഭാഷണ ഇതളുകൾ എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ തിരുവചന ചിന്തകളുമായി നമുക്കൊരുമിച്ച് ഈ ഓൺലൈനിൽ സന്ധിക്കുവാൻ ദൈവം നൽകിയ നല്ല സമയത്തെയും ഭാഗ്യത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഗിരിപ്രഭാഷണ ഇതളുകൾ എന്നൊരു പേരിൽ തുടർമാനമായി ചിന്തിച്ചു വരുന്ന നമ്മുടെ ചിന്തയുടെ തുടർച്ചയായി ഇന്ന് അല്പസമയം നാം ഒരുമിച്ച് തിരുവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ചില ആഴ്ചകളിൽ ചില തടസ്സങ്ങൾ മൂലം ക്ലാസ്സുകൾ തുടരുവാൻ കഴിഞ്ഞിട്ടില്ല. അത് ഖേദപൂർവം അറിയിക്കുകയും അതിലുള്ള ഖേദം മനഃപൂർവ്വമായി നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ കഴിയുന്നിടത്തോളം തുടർന്നുള്ള ആഴ്ചകളിലും ഗിരിപ്രഭാഷണ ഇതളുകളിലെ ചിന്തകൾ, ഗിരിപ്രഭാഷണത്തിൻ്റെ ആഴമാറിയ പഠനങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് തുടരുവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ദയവായി പ്രാർത്ഥിക്കണമേ. നിങ്ങളോട് വചനം പങ്കുവയ്ക്കുന്നത് കർത്താവിൽ നിങ്ങളുടെ സഹോദരൻ ആൻഡ്രൂസ് വർഗീസ്. അഷ്ടസൗഭാഗ്യ ചിന്തകളെക്കുറിച്ചുള്ള പഠനമായിരുന്നു നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായി ഏറെക്കുറെ 10 ക്ലാസ്സുകളോളം നമ്മൾ ഇതുവരെ എടുത്തു കഴിഞ്ഞു. ആ 10 ക്ലാസ്സുകളിലായി അഷ്ടസൗഭാഗ്യ ചിന്തകൾ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ കാണുന്ന 8 സൗഭാഗ്യ ചിന്തകളെക്കുറിച്ചുള്ള പഠനം. കഴിഞ്ഞ ക്ലാസ്സിൽ 7-ാമത്തെ സൗഭാഗ്യ ചിന്തയെക്കുറിച്ച് പഠിക്കുവാൻ നമുക്ക് ദൈവം അവസരം നൽകി. അനുഗ്രഹമായിരുന്നു എന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള ഫീഡ്ബാക്കൊക്കെ ലഭിക്കുവാനിടയായി അതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. നാം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു പ്രത്യേക വിഷയം പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും ഓർമ്മയ്ക്കുമൊക്കെയായി നിങ്ങളെ അറിയിക്കുവാനതിൽ സന്തോഷമുണ്ട്. എബനേസർ ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ ഷാർജ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു. ബ്രദർ അബു ജോണും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഷീന അബുവും തങ്ങളുടെ ദ്രവ്യവും സമയവും മാറ്റിവെച്ച് ഈ പ്രവർത്തനത്തിൻ്റെ അനുഗ്രഹത്തിനായി അഹോരാത്രം അധ്വാനിക്കുന്നു. അവരുടെ പുറകിൽ ഒരു ഉറച്ച തൂണ് പോലെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റെവറൻഡ് ഡോക്ടർ കെ.ഒ. മാത്യു
UAE ചർച്ച് ഓഫ് ഗാഡ്, ഗിൽഗാൽ ചർച്ച് ഓഫ് ഗാഡ് അവരുടെ പുറകിലുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രവർത്തനം ഇത്രയും അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞത്. നാം തുടങ്ങിയത് വളരെ നല്ല ആഗ്രഹത്തോടും വളരെ നല്ല ഉദ്ദേശത്തോടും നല്ല സ്വപ്നങ്ങളോടും കൂടെയാണ് ഈ ഒരു ക്ലാസ് തുടങ്ങുവാനിടയായി തീർന്നത്. വെറുതെ ഓൺലൈനിൽ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് ഇങ്ങനെ പോകണം, അതിനപ്പുറത്തേക്കൊരു ഫോളോ അപ്പിൻ്റെ ആവശ്യമില്ല, ഒരു സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല എന്നുള്ള ചിന്തയിലൊന്നുമല്ല ഞങ്ങളിത് തുടങ്ങിയത്. ഇത് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ കൂടെ റെഗുലറായി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് വേദശാസ്ത്ര വിഷയങ്ങൾ, തിരുവചനത്തിൻ്റെ പാഠങ്ങൾ എടുക്കണമെന്നും അങ്ങനെ പഠിക്കുന്നവർക്ക് അംഗീകാരമുള്ള വേദശാസ്ത്ര വിഷയങ്ങളുടെ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് അംഗീകാരമുള്ള ബൈബിൾ കോളേജുകളുടെ, യൂണിവേഴ്സിറ്റികളുടെ, സെമിനാരികളുടെ സർട്ടിഫിക്കറ്റ്സൊക്കെ കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിലേക്ക് നീങ്ങുമാറ് ഞങ്ങൾ അധ്വാനിച്ചു കൊണ്ടിരുന്നു. അനേകരുടെ പ്രാർത്ഥന അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. സന്തോഷത്തോടെ ഒരു കാര്യം അറിയിക്കുന്നത്, കേരളത്തിൽ എബനേസർ ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിനും ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഗിൽഗാൽ ബിബ്ലിക്കൽ സെമിനാരിക്കും രണ്ടിനും കൂടെ ചേർത്ത് ഒരു സെൻറ്റർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. കോട്ടയം ജില്ലയിൽ വാകത്താനം എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് ഒരു ബൈബിൾ കോളേജായിട്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനം പിൽക്കാലത്ത് ചില ആകസ്മികമായ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ അത് നിന്നു പോകുവാനിടയായി തീർന്നു. അത് എബനേസർ ബൈബിൾ ട്രെയിനിങ് സെൻറ്റർ ഏറ്റെടുത്ത് അവിടെ ക്ലാസ്സുകൾ ആരംഭിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഞാൻ ക്ലാസ്സുകളെന്ന് പറയുമ്പോൾ അവിടെ തുടർമാനമായി വന്ന് പഠിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് 2-3 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 3-4 മാസം കൂടുമ്പോൾ ഒരിക്കൽ അവരെ അവിടെ വിളിച്ചു വരുത്തി ഒരാഴ്ച അവിടെ റെസിഡൻറ്റ് സ്റ്റുഡൻ്റായി നിന്ന് അവരെ ഒന്ന് റിഫ്രഷ് ചെയ്ത് അവർക്കൊരു ഓറിയൻറ്റേഷൻ കൊടുത്ത് അവരെ കർത്താവിൻ്റെ വേലയ്ക്ക് യുക്തരാക്കി, യോഗ്യരാക്കി മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങൾ കാൽച്ചുവടുകൾ വയ്ക്കുകയാണ്. നിങ്ങളുടെ അകമഴിഞ്ഞ പ്രോത്സാഹനവും പ്രാർത്ഥനയും സഹായവും ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നു. അതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനങ്ങളുണ്ട്. ഒരുപാട് ദൈവദാസന്മാർ, ദൈവജനം അതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്നുണ്ട്. അത് മറന്നു പോകാതെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അനുവദിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഫാക്കൽറ്റിയാണ് ഇപ്പോൾ EBTCക്ക് എബനേസർ ബൈബിൾ ട്രെയിനിങ് സെൻറ്ററിന് ദൈവം നൽകിയിരിക്കുന്നത്. കർത്തൃ ശുശ്രൂഷയിൽ വളരെയധികം പ്രാഗൽഭ്യം തെളിയിച്ചവരും നിപുണരും എക്സ്പീരിയൻസ് ഉള്ളവരുമായ നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന, അക്കാഡമിക്കലി നല്ല സ്റ്റാൻഡേർഡ് പുലർത്തുന്ന നമ്മുടെ അധ്യാപകരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകം റവറൻഡ് ഡോക്ടർ CV വർഗീസ്, അലൻ ജോസഫ്, മനോജ് വർഗീസ്, പോൾ വർഗീസ് മുതലായ പ്രശസ്തരായ ദൈവദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനിൽ കൊടിത്തോട്ടം, അങ്ങനെയുള്ള ദൈവസഭയെ അംഗീകരിക്കുകയും ദൈവജനം ആഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ ഫാക്കൽറ്റിയിലുണ്ട്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട പഠനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇടവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എൻ്റെ മുഖവരിയെ ഞാൻ നീട്ടുന്നില്ല. ഈ വിഷയങ്ങൾ ഇതിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ, ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങളെ അറിയിക്കേണ്ടതിൻ്റെ കടമയായതുകൊണ്ട് അറിയിച്ചതാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അഷ്ടസൗഭാഗ്യ ചിന്തകളിലെ 8ാമത്തെ സൗഭാഗ്യ ചിന്ത. 7 എണ്ണം ഇതിനു മുമ്പ് പഠിച്ച് നമുക്ക് നമ്മുടെ ആ ചിന്തകളെ വർദ്ധിപ്പിക്കുവാൻ നിലയിൽ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുവാനൊക്കെ കർത്താവ് സഹായിച്ചല്ലോ. 8ാമത്തെ സൗഭാഗ്യ ചിന്തയായ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10ാമത്തെ വാക്യം, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബ്ലെസ്ഡ് ആർ ദോസ് ഹു ഹാവ് ബീൻ പെർസിക്യൂട്ടഡ് ഫോർ ദ സേക്ക് ഓഫ് റൈച്ചസ്നെസ്, ഫോർ ദെയർസ് ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു 10 വാക്യങ്ങളും 10ാമത്തെ വാക്യവും 11, 12 വാക്യങ്ങളും ഒക്കെ ചേർത്ത് പഠിക്കേണ്ടതാണ്.
അനേക പഠിതാക്കളും ചിന്തകന്മാരും ഈ വിഷയത്തിൽ പ്രാവീണ്യം നേടിയവരുമൊക്കെ ഉന്നയിച്ച സംശയങ്ങളുടെയൊക്കെ മറുപടി നാം പലപ്പോഴായി കണ്ടതാണ്. സൗഭാഗ്യ ചിന്തകൾ 8 തന്നെയാണ്. 9 പ്രാവശ്യം സൗഭാഗ്യമെന്ന് നാം വായിക്കുന്നുവെങ്കിലും ഭാഗ്യവാന്മാർ എന്ന് വായിക്കുന്നെങ്കിലും അത് 8 തന്നെയാണ് എന്ന് ഇതിനു മുമ്പുള്ള പഠനങ്ങളിൽ നാം പഠിച്ചത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ 8ാമത്തെ സൗഭാഗ്യ ചിന്തയായ മത്തായി സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യം നാം പഠിക്കുമ്പോൾ അതിനോട് ചേർത്ത് തന്നെ 11, 12 വാക്യങ്ങളിലൂടെ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് നിങ്ങളുടെ മനോമുഖരത്തിലുണ്ടായിരിക്കണം എന്ന് ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. Blessed are those who have been persecuted for the sake of righteousness, for theirs is the kingdom of heaven. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രസ്താവനയാണ് നാം ഈ വായിച്ചു കേട്ടത്. ക്രിസ്തു വിശ്വാസികൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഉപദ്രവങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഈ ഭാഗം അത് നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് നാം അറിയണം. നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർക്കും ഇതേ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. വേദപുസ്തക ചരിത്രം നമ്മളൊന്ന് ആത്മാർത്ഥമായി ഇരുത്തി ചിന്തിച്ചാൽ ദൈവം കാലാകാലങ്ങളിലായി എഴുന്നേറ്റ ദൈവത്തിൻ്റെ ദൂതുവാഹികളായ പ്രവാചകന്മാർക്ക് ഈ നീതി നിമിത്തമുള്ള ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്ന വിശുദ്ധന്മാർ കഷ്ടങ്ങളുടെ നടുവിലും സന്തോഷിക്കുവാൻ അവർക്ക് കഴിയുന്നത്. കാരണം അവർക്ക് സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം വലുതാണ് എന്ന് നാം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. നാം മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്നവരിൽ ചിലരെങ്കിലും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിച്ചുണർത്തുന്ന ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത്, നീതിക്ക് വേണ്ടി നിൽക്കുക എന്ന് പറയുന്നത് കഷ്ടതയെ വിളിച്ചു വരുത്തുന്ന ഒരു സംഭവമാണ്. എന്താണ് സത്യത്തിൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത്? പഴിക്കുക, തിന്മ കളവായി പറയുക തുടങ്ങിയതെല്ലാം എതിർ അനുഭവങ്ങളും ഉപദ്രവങ്ങളുമായി ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പഴി കേൾക്കേണ്ടി വരിക, പഴിക്കുക, വെറുതെ അവരെ ഇങ്ങനെ നമുക്ക് മനസ്സിലാകുന്ന മലയാള ഭാഷയിൽ പറഞ്ഞാൽ അവരെ ഇങ്ങനെ കുറ്റം പറയും. എന്ത് സംഭവിച്ചാലും അവരെ കുറ്റം പറയുന്ന ഒരു കാര്യം. ഈ അടുത്തിടയ്ക്ക് ഞങ്ങളുടെ അവിടെ ബന്ധപ്പെട്ട് തന്നെ സംഭവിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു പഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് നന്മയാണെങ്കിലും ഞങ്ങളുടെ ഭവനത്തിൽ കഴിഞ്ഞ ചില മാസങ്ങളായി എല്ലാ ദിവസവും പ്രാർത്ഥന നടക്കാറുണ്ട്. ദൈവം ആരെങ്കിലുമൊക്കെ ദൈവദാസന്മാരെ ഞങ്ങൾക്ക് കൂട്ടിനായി ചില ദിവസങ്ങളിലൊക്കെ അയക്കും. ഇല്ലാത്തപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളവരൊക്കെ തന്നെ ഇരുന്ന് അല്പസമയം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് ഞങ്ങൾ ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരനുഭവമുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത് പാർക്കുന്ന ചില പ്രിയപ്പെട്ടവർക്കിതങ്ങോട്ട് ദഹിക്കുന്നില്ല. അവർക്കതങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അവരിൽ പലരും ക്രിസ്ത്യാനികളാണ്, ചിലർ അക്രൈസ്തവരാണ്. പക്ഷേ വ്യക്തിപരമായി നമ്മളോട് എതിർപ്പൊന്നുമില്ല. വ്യക്തിപരമായിട്ട് യാതൊന്നും എതിർക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സോഷ്യൽ ഫാബ്രിക് അല്ല ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള എതിർപ്പുകളല്ല ഞാൻ പറയുന്നത്. പക്ഷേ 2-3 ഇൻസിഡൻറ്റിൽ ദേശത്ത് ഒരു ആക്സിഡൻറ്റ് നടന്നു. ദേശത്ത് ചിലർക്കൊക്കെ രോഗബാധ ഉണ്ടായപ്പോഴൊക്കെ ഈ ചുറ്റുപാടുമുള്ളവർ പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു കൂട്ടരിരുന്നങ്ങ് വല്ലാതെ പ്രാർത്ഥിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം നടക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? ഒരു കൂട്ടരിരുന്നങ്ങ് വല്ലാതെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആണ് ദേശത്തിൻ്റെ മേൽ പ്രശ്നം നടക്കുന്നതെന്ന് ചിന്തിക്കുന്ന
ഒരു കൂട്ടമുണ്ട്. ഒരുപക്ഷെ ആ പറയുന്നവർക്ക് പോലും അങ്ങനെയുള്ള ആത്മാർത്ഥമായ ചിന്ത ഉണ്ടാവില്ല. എങ്കിലും പഴിക്കുക എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ യാതൊരു വിധത്തിലും ഒന്നും ചെയ്യാതെയും അറിയാതെയും ദേശത്ത് സംഭവിക്കുന്ന എന്തെങ്കിലും വിപത്തിന് കാരണക്കാർ നമ്മളാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് അനാവശ്യമായി നമ്മുടെ മേൽ പഴി ചുമത്തുന്ന ഒരു കാലഘട്ടം. ഇത് എൻ്റെ കർത്താവ് മുന്നമേ കണ്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നീതി നിമിത്തം ഉപദ്രവമുണ്ടാകും. തിന്മ കളവായി പറയും. കർത്താവ് പറഞ്ഞു, തിന്മ കളവായിട്ട് പറയും. കളവായിട്ട്, പദം പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രിസ്തുവിശ്വാസിയെക്കുറിച്ച് തിന്മ പറയും. അത് തിന്മ അവർ ചെയ്തിട്ട് പറഞ്ഞതല്ല, അവരിൽ തിന്മ ഉണ്ടായിട്ട് പറഞ്ഞതല്ല. യേശു തന്നെ പറയുന്നു, തിന്മ കളവായിട്ട് പറയും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കർത്താവ് അതിനൊരു മരുന്ന് പറഞ്ഞു തന്നത്, നിങ്ങൾ സന്തോഷിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ സന്തോഷിച്ചോണം. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിപ്പീനെന്ന് പറഞ്ഞു. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മെക്കുറിച്ച് തിന്മ കളവായി പറയുമ്പോൾ ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അത്ര പോസിബിളായിട്ടുള്ള കാര്യമല്ല. എന്നാൽ സന്തോഷിപ്പാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആവശ്യപ്പെടുകയാണ്. The Lord is upfront in telling us that we will suffer and that the world will not react in love and kindness towards us. നമ്മുടെ യേശു എത്ര വിശ്വസ്തനായി. He was telling in upfront. അവൻ മുന്നമേ കൂട്ടി നമ്മളോട് പറയുകയാണ്, that you will have to suffer. നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യം വരുമെന്ന് കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ട് പറഞ്ഞു, the world will not react in love and kindness towards us. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ കഷ്ടതയിലാകുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവൻ, ഒരു മൂന്നാമൻ, അതുമായി യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തി പോലും അല്പം സ്നേഹത്തോടും മനസ്സലിവോടും കൂടെ കരുണയോടുകൂടെ ആ വ്യക്തിയോട് ഇടപെടാറുണ്ട്. എന്നാൽ നമ്മുടെ കാര്യത്തിൽ ക്രിസ്തുവിശ്വാസം മൂലം നീതി നിമിത്തം ഉപദ്രവപ്പെടുന്ന നമ്മളോട് കർത്താവ് പറയുകയാണ്, നിങ്ങളോട് ഈ ലോകം സ്നേഹത്തോടും കരുണയോടും മനസ്താപത്തോടും കൂടെ ഇടപെടും, നിങ്ങളെ നോക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നാണ് കർത്താവ് പറഞ്ഞത്. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളും, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളുമൊക്കെ നിങ്ങൾ വായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ തുടർ പഠനത്തിനായി, റെഫറൻസിനായി ഈ വാക്യങ്ങൾ ദയവായിട്ട് ഉപയോഗിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ പഴിക്കുകയും തിന്മകൾ കളവായി പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ക്രിസ്തുവിൽ സന്തോഷിപ്പാനുള്ള ഒരു പഠിപ്പിക്കലാണ് യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം ഇത്തരം സാഹചര്യങ്ങളിൽ? സത്യത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ നാം വീണ്ടും അവരോട് അവർ ചെയ്യുന്ന അതേ നാണയത്തിൽ പ്രതികരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മെ തന്നെ ഈ പഠനത്തോടൊരു ബന്ധത്തിൽ ശോധന ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഈ പഠനം മറ്റ് ക്ലാസ്സുകളെ പോലെ ഒരു വലിയ അക്കാഡമിക് എക്സലൻസിലേക്ക് നീങ്ങാതെ ഒരു സെൽഫ് എക്സാമിനേഷനിലേക്ക് നമ്മെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ യേശു പറയുക, ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. യേശു കാണിച്ചു തന്ന മാതൃക. യേശു നമ്മളോട് നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. നമ്മൾ എത്ര പേർക്ക് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കും? നമുക്ക് സ്നേഹമൊക്കെ ഉള്ളവരുണ്ട്. നമ്മുടെ മിത്രങ്ങളെയും നമ്മുടെ സ്നേഹിതരെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒക്കെ നാം ചിലപ്പോൾ വല്ലാതെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് കളയും. എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തീയ മനോഭാവം എന്നിലും നിങ്ങളിലും ഉരുവായി വരണം എന്നാണ് ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവൻ ആ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടാണ് പറഞ്ഞത്. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു മാതൃക യേശു നമുക്ക് കാണിച്ചു തന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം
3-ാം അധ്യായത്തിൻ്റെ 34 വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ, ക്രൂശ് മരണസമയത്തും തന്നെ ക്രൂശിക്കുന്ന, തന്നെ പീഡിപ്പിച്ച യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ആ ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന എത്ര മനോഹരമായിരുന്നു എന്ന് നമുക്ക് പഠിക്കുമ്പോൾ അറിയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 59-60 വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്തെഫാനോസ് പറയുന്നത്, അവനെ കല്ലെറിഞ്ഞവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തീയ മനോഭാവം. ക്രിസ്തു അങ്ങനെ ചെയ്തു. ക്രിസ്തു ദൈവപുത്രനായതുകൊണ്ട് സാധിക്കുമെന്ന് പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട്. ക്രിസ്തു ദൈവപുത്രനായതുകൊണ്ട് ക്രിസ്തുവിന് ശത്രുക്കളെ സ്നേഹിക്കാൻ കഴിയും, ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയും. എന്നാൽ നമ്മളൊക്കെ മനുഷ്യരല്ലേ, മജ്ജയും മാംസവും ഒക്കെയുള്ള മനുഷ്യരായതുകൊണ്ട് ഒരുപക്ഷെ നമുക്കങ്ങനെ ചെയ്യുവാൻ കഴിഞ്ഞു എന്ന് വരികയില്ല എന്ന് പറയുന്ന വ്യക്തി ജീവിതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, ക്രിസ്തു മാത്രമല്ല, ക്രിസ്തുവിന് ശേഷവും ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ, ദൈവസഭയെ കെട്ടുപണി ചെയ്തെടുക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ച ദൈവപുരുഷന്മാരെല്ലാവരും തന്നെ അതികഠിനമായ പീഡയിലൂടെ, ഉപദ്രവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ക്രിസ്തുവിൽ ദർശിച്ച അതേ ക്രൈസ്തവികത, ആ സ്വഭാവം പ്രദർശിപ്പിക്കുവാൻ, ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ദൈവം അവരെ നിലനിർത്തി, ദൈവം അവരെ ബലപ്പെടുത്തി എന്നുള്ളത് സത്യസന്ധമായ വസ്തുതയാണ്. സ്തെഫാനോസ് 1-ാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് ചില പ്രത്യേക ശുശ്രൂഷകൾക്കായി നല്ല സാക്ഷ്യം പ്രാപിച്ച് അപ്പോസ്തലന്മാരാൽ തിരഞ്ഞെടുക്കപ്പെട്ട യവനക്കാരൻ അധിക ദീർഘനാളൊന്നും ശുശ്രൂഷിക്കുവാൻ കഴിഞ്ഞില്ല, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുന്ന, കർത്താവിനെ കണ്ട് സന്തോഷിക്കുന്ന, തൻ്റെ ജീവനെ ദൈവത്തിൽ ഭരമേൽപ്പിക്കുന്ന ആ ഭക്തന് തന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത് എത്ര ആത്മാർത്ഥമായി നാം ചിന്തിക്കേണ്ട ഒരു ക്രിസ്തീയ മാതൃകയാണ്. എന്താണ് അവർക്കങ്ങനെ സാധിക്കുവാൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ സാധിക്കുന്നത്? സ്വർഗത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചുമുള്ള ആഴമേറിയ ചിന്തയുള്ളവർക്ക് മാത്രമേ ഇതുപോലെ ക്ഷമിക്കുവാനും ഉപദ്രവിക്കുന്നവരോട് സ്നേഹത്തോടെ പ്രതികരിക്കുവാനും കഴിയുകയുള്ളൂ. ആ സെൻറ്റൻസ് ഞാനൊന്നുകൂടെ പറയാം. സ്വർഗത്തെക്കുറിച്ചും നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യതയെക്കുറിച്ചും ഉള്ള ആഴമേറിയ ചിന്തയുള്ളവർക്ക് മാത്രമേ ഇതുപോലെ ക്ഷമിക്കുവാനും ഉപദ്രവിക്കുന്നവരോട് സ്നേഹത്തോടെ പ്രതികരിക്കുവാനും കഴിയുകയുള്ളൂ. ഒരു ക്രിസ്തു വിശ്വാസിയെ ഈ ചിന്ത ശക്തമായി സ്വാധീനിക്കണം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇപ്രകാരമുള്ള ക്രൈസ്തവ ചിന്ത, ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ ഒരു ക്രിസ്തു വിശ്വാസിയെ അതിശക്തമായി സ്വാധീനിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ദിശാബോധമായി മാറണം. ഇതായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. ഈ ചിന്തകളും ഈ പഠനങ്ങളുമായിരിക്കണം നമ്മെ നയിക്കേണ്ടത്. നമ്മുടെ ശത്രുക്കളെ സ്നേഹിപ്പാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും കഴിയുന്ന ഒരു ക്രിസ്തു മനോഭാവം അത് നമ്മിൽ ഉണ്ടാകണം. റവറൻഡ് ഡോക്ടർ ആൻ്റണി പുറത്തോട് സുവിശേഷ വ്യാഖ്യാനങ്ങളിൽ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഭാഗത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു, സൗഭാഗ്യങ്ങൾ 8 മാത്രമാണ്. എന്നാൽ 10-ാം വാക്യത്തിൻ്റെ ഉപരി വിശദീകരണമാണ് 11-12 വാക്യങ്ങളെന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ 10-ാം വാക്യത്തിൻ്റെ ഉപരി വിശദീകരണമായി കൊടുത്തിരിക്കുന്ന 11-12 വാക്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പഠനത്തിൻ്റെ, ഈ ചിന്തയുടെ ഒരു വിശകലനം പൂർണ്ണമാകയില്ല എന്ന് അദ്ദേഹം പറയുക. ഡോക്ടർ ജേക്കബ് കട്ടയ്ക്കൽ എന്ന് പറയുന്ന ആ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി. ഡോക്ടർ ജേക്കബ് കട്ടയ്ക്കൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ധാർമ്മികരായി ജീവിക്കുന്നവർക്ക് പലപ്പോഴും നിന്ന അവഹേളനങ്ങൾ നേരിട്ടേണ്ടി വരും. ധാർമ്മികമായി നല്ല നിലവാരം പുലർത്തി ജീവിക്കുന്നവർക്ക് പലപ്പോഴും നിന്നയും അവഹേളനങ്ങളുമൊക്കെ നേരിടേണ്ടി വരും. അതിൻ്റെ കാരണം ധർമ്മമൂർത്തിയായ യേശുവിൻ്റെ മാർഗത്തിൽ നടക്കുവാൻ ശ്രമിക്കുന്നവനെ അധർമ്മത്തിൻ്റെ മൂർത്തി അവഹേളിച്ചു എന്ന് വരാം. 2 ഫോഴ്സസ്. ഒന്ന്, ധർമ്മത്തിൻ്റെ
മൂർത്തിഭാവമായ യേശുവിൻ്റെ പഠിപ്പിക്കലുകളിലും സ്നേഹത്തിലും ആകൃഷ്ടരായി ജീവിക്കുന്നവരെ ഏതു വിധേനയും ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാനായി അധർമ്മത്തിൻ്റെ ചിന്തകളും ശക്തികളും ഫോഴ്സസ് ഓഫ് ഈവിൾ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് അവർ കൈക്കൊള്ളുന്ന മാർഗങ്ങളിലൊന്നാണ് അവഹേളനം, നിന്ദകളൊക്കെ കളവായി പറയുക, ഇല്ലാത്തതൊക്കെ പറഞ്ഞു പരത്തുക എന്നുള്ളതൊക്കെ. അത് അധർമ്മ ചിന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു പ്രതിഭാസമാണ്. യേശുവിനെതിരാണത്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വേർപെട്ടവരെന്ന് അഭിമാനിക്കുന്ന, ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന ജീവിതങ്ങളുടെ ഇടയിൽ, അങ്ങനെയുള്ള സഭാവിഭാഗങ്ങളുടെ ഇടയിൽ പോലും വളരെ മോശമായ രീതിയിലുള്ള പ്രചരണങ്ങൾ, വ്യക്തിഹത്യകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. സാധാരണ നമ്മൾ പറയുന്ന ഒരു ചിന്ത എങ്ങനെയുണ്ട്? നമുക്ക് ഒരു വ്യക്തിയെ ചെളി വാരി എറിയണമെങ്കിൽ, ഒരു വ്യക്തിയുടെ ദേഹത്ത് ചെളി വാരി എറിയണമെങ്കിൽ നമ്മുടെ കൈ ആദ്യം ചെളിക്കകത്ത് മുക്കിയാലേ ആ ചെളി വാരി വേറൊരാളുടെ ദേഹത്ത് എറിയുവാനായിട്ട് കഴിയുള്ളൂ. ഞാൻ ആ പറഞ്ഞ ചിന്ത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ശൂന്യതയിൽ നിന്ന് നിൽക്കുന്ന നിൽപ്പിൽ നിങ്ങളുടെ ദേഹത്ത് ചെളി പറ്റാതെ, കരപുരളാതെ ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് ചെളി വാരി എറിയുവാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുന്നത് പോലെ, ഒരു വ്യക്തിയെക്കുറിച്ച് ക്രൈസ്തവ ലോകത്തിൽ തന്നെയാണെങ്കിൽ പോലും അനാവശ്യമായ വ്യക്തിഹത്യങ്ങളും പ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളുമൊക്കെ നടത്തുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. നിങ്ങൾ ആ അവസ്ഥയിലേക്ക് തരം താണതിന് ശേഷം മാത്രമേ നിങ്ങൾക്കത് ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ. ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തന് അത് ചെയ്യുവാൻ കഴിയില്ല. അതാണ് യേശു പഠിപ്പിച്ചത്. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുന്നവരും ക്ഷമിക്കുന്നവരുമാകണം. ഇതൊരു വിഭാഗത്തിന് വേണ്ടി മാത്രം പറഞ്ഞതല്ല. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന, പേര് പറയുന്ന എല്ലാവരും ഇതിന് യോഗ്യന്മാരാണത്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു വന്നത് ജേക്കബ് കട്ടക്കൽ സാറിൻ്റെ വാക്കുകളാണ് പറഞ്ഞത്. അധർമ്മത്തിൻ്റെ മൂർത്തി അവഹേളിച്ചു എന്ന് വരാം, പക്ഷേ ഇതൊന്നും ഒരു യഥാർത്ഥ ഭക്തനെ അവൻ്റെ ധർമ്മപാതയിൽ നിന്നും വ്യതിചലിപ്പിക്കുവാൻ സാധ്യമല്ല. ആരെന്തൊക്കെ കഥകൾ മെനഞ്ഞെടുത്ത് പറഞ്ഞാലും, അസത്യമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാലും, പെന്തക്കോസ്തുകാരെയൊക്കെ കഴിഞ്ഞ കാളുകളിൽ വിളിച്ചിരുന്നത് പെന്തക്കോസ്തുകാർ കള്ളന്മാരെന്നാണ് പറയുന്നത്. പെന്തക്കോസ്തുകാരെല്ലാം കള്ളന്മാരെന്ന് പറയുന്നത് കേട്ട് വളർന്നു വന്ന ഒരു തലമുറയുണ്ട് നമുക്ക്. ഒരു മനുഷ്യൻ്റെ പറമ്പിൽ നിന്ന് ഒരു കപ്പക്കിഴങ്ങ് പോലും മോഷ്ടിക്കാൻ പോകാത്ത, ക്രിസ്തുവിനെ ഭയപ്പെട്ട വിശുദ്ധിയോടെ ജീവിച്ച ഒരു കൂട്ടത്തെക്കുറിച്ചാണ് ലോകം പറഞ്ഞത് ഇവർ കള്ളന്മാരാന്ന് പറഞ്ഞത്. കാരണം ഇവരുടെ വിശുദ്ധിയുടെ മാനദണ്ഡവും ഇവരുടെ വിശുദ്ധിയുടെ നിലവാരവും ഒന്നും ലോകത്തിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ക്രിസ്തു പഠിപ്പിച്ച മാർഗത്തിൽ ജീവിക്കുമ്പോൾ ഇന്നും അനാവശ്യമായ പഴിചാരലുകൾ ഒരുപക്ഷെ ഉണ്ടായെന്ന് വരാം. എന്നാൽ ധർമ്മപാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ, ഒരു യഥാർത്ഥ ഭക്തനെ വ്യതിചലിപ്പിക്കുവാൻ ഈ കാരണങ്ങളൊന്നും മതിയായതല്ല. അതിന് ആർക്കും കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. സങ്കീർത്തനങ്ങൾ 112-7 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദുർവർത്തമാന നിമിത്തം അവർ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. എത്ര മനോഹരമായ വാക്യം! ദുർവർത്തമാന നിമിത്തം അവർ ഭയപ്പെടുകയില്ല, അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. ചാക്കോ തോമ എന്ന് പറയുന്ന എഴുത്തുകാരൻ, മത്തായി സുവിശേഷത്തിൻ്റെ വ്യാഖ്യാതാവാണ് അദ്ദേഹം. ചാക്കോ തോമ, മത്തായി സുവിശേഷത്തിൻ്റെ വ്യാഖ്യാതാവായ ചാക്കോ തോമ പറയുന്നത് എന്താണെന്നറിയാവോ? പർവ്വത പ്രസംഗത്തിൻ്റെ ഒടുവിലത്തെ 2 കാര്യങ്ങൾ ലോകത്തിൻ്റെ ഉപദ്രവം സഹിക്കുന്നവർക്ക് ഉള്ള പ്രോത്സാഹന വാക്യങ്ങളായി ദൈവം തന്നിരിക്കുന്ന വാക്യങ്ങളാണ്. ചിന്തിക്കണം. പർവ്വത പ്രസംഗത്തിൻ്റെ ഈ 2 ചിന്തകൾ 10, 11, 12 വാക്യങ്ങളൊക്കെ അദ്ദേഹം പറയുക, ഈ ലോകത്തിൽ ക്രിസ്തു നിമിത്തം, നീതി നിമിത്തം ഉപദ്രവം സഹിക്കുന്നവർക്കുള്ള പ്രോത്സാഹന വാക്യങ്ങളായി ദൈവം തന്നിരിക്കുന്ന വാക്യങ്ങളാണ് ഈ വാക്യങ്ങൾ. പ്രധാനമായും 2
വിധത്തിലാണ്, അല്ലെങ്കിൽ 2 കാരണങ്ങളാലാണ് നമുക്ക് ഈ ലോകത്തിൽ നിന്നും ഉപദ്രവം നേരിടേണ്ടി വരുന്നത്. 1 നീതി നിമിത്തം, 2 ക്രിസ്തു നിമിത്തം. രണ്ടും തമ്മിലൊരല്പ വ്യത്യാസമുണ്ട്. നീതി നിമിത്തം എന്ന് പറയുമ്പോൾ ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടിട്ട് നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അനീതിക്ക് അനുകൂലമായി കൈപൊക്കുവാൻ കഴിയുകയില്ല. അതിന് സഭയുടെ ഇലക്ഷനാണെങ്കിലും ലോക്കൽ സഭയുടെ ഇലക്ഷനാണെങ്കിലും ഏത് വലിയ നേതാവിനെ തിരഞ്ഞെടുക്കാനാണെങ്കിലും കറ പുരണ്ട് ഒരുവന് ഹല്ലേലൂയ പാടിക്കൊണ്ട് കൈപൊക്കാൻ യഥാർത്ഥത്തിൽ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരുവന് കഴിയുകയില്ല. അവൻ നീതിമാനായി മാറി നിൽക്കുമ്പോൾ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവുന്നില്ലേ? നമ്മുടെ സമൂഹത്തിലേക്ക്, ഇതൊരു ക്ലാസ് ആണെങ്കിൽ പോലും നാം സമൂഹത്തിൽ കണ്ണു തുറന്നിരിക്കുന്നവരായതുകൊണ്ട് ഒന്ന് ചിന്തിക്കണം. സഭാ നേതൃത്വത്തോട് പ്രതികരിക്കുന്നവൻ ഒരു നല്ല സഭ പോലും കിട്ടുകയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ഒരു നല്ല സഭ കിട്ടണമെങ്കിൽ അവിടെ ശുശ്രൂഷകൻ്റെ ശുശ്രൂഷയുടെ മാനദണ്ഡമോ കഴിവോ അദ്ദേഹം ദൈവസന്നിധിയിൽ എടുക്കുന്ന നിലപാടുകളോ ഒന്നും ഒരു വിഷയമല്ലാതെ ഒരുപക്ഷെ അനീതിക്ക് കൂട്ടുനിൽക്കുന്ന നേതൃത്വത്തെ സന്തോഷിപ്പിക്കുന്നതിന് മാത്രം മാർക്കിടുന്ന, അത് മാത്രം കാര്യമായി കണക്കാക്കുന്ന ഒരു ലോകത്തിൽ ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സഭാബന്ധങ്ങളിലൊക്കെ ചിന്തിക്കണം, ഉണർന്ന് ചിന്തിക്കേണ്ട കാലമായി. എബനേസർ ബൈബിൾ ട്രെയിനിങ് സൊസൈറ്റിയുടെ ബൈബിൾ ക്ലാസ്സുകൾ ആരെയും സന്തോഷിപ്പിക്കാനുള്ളതല്ല. ഇത് വചനം യഥാർത്ഥമായി തന്നെ പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഞങ്ങൾ നടത്തുന്ന എല്ലാ പ്രോഗ്രാമും ഞങ്ങളുടെ ആശയങ്ങളുടെ വാതായനം എന്ന് പറയുന്ന ഒരു ചർച്ച, ഒരു വേദി ഞങ്ങൾക്കുണ്ട്. അവിടെയും ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് പലരും ചോദിക്കുവാൻ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന, ചോദിക്കുവാൻ വേദിയില്ലാത്ത, അല്ലെങ്കിൽ തങ്ങൾക്ക് അംഗീകാരം കിട്ടുമോ എന്ന് ഭയപ്പെടുന്ന ചിന്തകളെ പരസ്യമായി ജനത്തിന് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് അതിലൊരു ചർച്ച ജനം ചിന്തിക്കണം. ജനം ചിന്തിച്ചു തുടങ്ങേണ്ട സമയമായി. ആ ക്രിസ്തു വിശ്വാസത്തിലേക്കും ക്രൈസ്തവികതയിലേക്കും ക്രിസ്തു ദർശനത്തിലേക്കും ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലേക്കും ഒക്കെ മടങ്ങി വരുവാൻ സമയമായി എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. നാം അങ്ങനെ തന്നെ ചിന്തിക്കണം. 2 നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടാം, 2 ക്രിസ്തു നിമിത്തം ഉപദ്രവിക്കപ്പെടാം. ഒരുപക്ഷെ നീതി നിമിത്തമുള്ള ഉപദ്രവം വിതിൻ്റെ സർക്കിളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചെന്ന് വരാം. വെളിയിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിൽ നിന്നും ലഭിച്ചു എന്ന് വരാം. എന്നാൽ ക്രിസ്തു നിമിത്തമുള്ള പീഡനമെന്ന് പറയുന്നത്, ഉപദ്രവമെന്ന് പറയുന്നത് മിക്കവാറും സഭയ്ക്ക് വെളിയിലുള്ള, നമ്മുടെ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന് വെളിയിലുള്ള ആളുകളിൽ നിന്ന് ക്രിസ്തു നിമിത്തം നമുക്ക് പീഡനം ഏൽക്കേണ്ടി വരും. ഇന്ന് ഇന്ത്യയിലൊക്കെ ഒരുപാട് സുവിശേഷത്തിനെതിരെ പീഡനം നടക്കുന്ന, സുവിശേഷ പ്രവർത്തകർ മർദ്ദിക്കപ്പെടുന്ന, ക്രൂരമായി മർദ്ദിക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന, ആരാധനാലയങ്ങൾ ചുട്ടുകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പല ന്യൂസുകളും സെൻസേർഡാണ്, വെളിയിൽ വരുന്നില്ല. എന്നാൽ വളരെ രഹസ്യമായി ഈ മിഷൻ ഫീൽഡുകളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ അയച്ചു തരുന്ന ന്യൂസുകളൊക്കെ അതിഭയാനകമാണ്. വളരെ അധികം പ്രാർത്ഥനയും ജാഗ്രതയും ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ വന്നെത്തിയിരിക്കുന്നത്. നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ടവർ ക്രിസ്തു നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. ക്രിസ്തു നിമിത്തം ഒരു ഗ്രഹാം സ്റ്റെയിൻസിനെ കുറിച്ച് ഒരു പക്ഷേ എല്ലാവർക്കും അറിയാം. എന്നാൽ എത്രയോ സ്റ്റെയിൻസുമാർ, എത്രയോ മിഷണറി വീരന്മാർ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ തന്നെ, നോർത്ത് ഇന്ത്യൻ വില്ലേജുകളിൽ ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞടങ്ങുന്നു. എത്രയോ പേർ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. സ്ത്രീ പുരുഷ ഭേദമില്ലാതെ മതശക്തികൾ എത്രയോ പേരെ തച്ചുടയ്ക്കുന്നു. ക്രിസ്തു നിമിത്തം ഉപദ്രവിക്കപ്പെടാം. അതൊരു ഭാഗ്യപദവിയാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ തന്നെ എനിക്ക് നിങ്ങൾക്കും ഒരല്പം സേഫ് സോണിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, വലിയ ഉപദ്രവമൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിലോ ഒരു രാജ്യത്തോ ഒരു സേഫ് സോണിലോ ആണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, ആ കംഫർട്ട് സോണിൽ നിന്ന് അല്പം താഴേക്ക് ഇറങ്ങി വന്ന് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അവരെ കൈത്താങ്ങുവാനും അവരുടെ വിഷയങ്ങളിൽ ആവോളം അവരോട് ഒരുമിച്ച് സോളിഡാരിറ്റി പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കാനുമൊക്കെ എനിക്ക് നിങ്ങൾക്കും കഴിയണം.
സ്തെഫാനോസിൻ്റെ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. സ്തെഫാനോസിൻ്റെ പ്രസ്താവന അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. പ്രവാചകന്മാരിൽ ആരെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതെ ഇരുന്നിട്ടുള്ളത്? പ്രവാചകന്മാരും ക്രൈസ്തവ സഭയുടെ മുൻനിര പ്രവർത്തകരും എല്ലാം പീഡനങ്ങൾക്കിരയായിട്ടുണ്ട്. സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ പീഡനമേൽക്കുന്ന എത്രയോ അധികം ശുശ്രൂഷകന്മാരുണ്ട്. സഭയ്ക്കുള്ളിൽ നിന്ന് പീഡനമേൽക്കുന്ന ശുശ്രൂഷകന്മാരുണ്ട്. ചില വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്താനായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുക. മുടക്കുക, വിലക്കുക, എഴുതിത്തള്ളുക, ഒറ്റപ്പെടുത്തുക, അവഗണിക്കുക, കർത്തൃമേശ നിരോധിക്കുക, നന്മ തടയുക, സ്വഭാവഹത്യ നടത്തുക ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എത്രയോ ഹീനമായ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും ക്രൈസ്തവികമല്ല. ഇതൊന്നും ക്രിസ്തു സ്വഭാവത്തിലുള്ളവർക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ഇന്നും ഇതേ അനുഭവങ്ങൾ തുടരുന്നു എന്നുള്ളത് ദുഃഖസത്യമാണ്. ഇതിനെതിരെ അരുത് എന്ന് പറയുവാൻ ആരുണ്ട്? മറ്റാരെയും നമ്മൾ വെളിയിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഈ പ്രവണതകൾക്കെതിരെ വിരൽ ചൂണ്ടുവാനും അരുതെന്ന് പറയുവാനുമുള്ള ധാർമ്മികമായ ധൈര്യം ഈ പഠനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണം. ഇന്ന് നിലനിൽക്കുന്ന അധാർമികമായ, അംഗീകരിക്കുവാൻ കഴിയാത്ത, വചനപ്രകാരമല്ലാത്ത ചിന്തകളിൽ അതിനെ തച്ചുടയ്ക്കുവാൻ, അരുത്, അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുവാനുള്ള ആ ധാർമ്മിക ധൈര്യം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം. അതാണ് ക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം വേദപുസ്തകം പഠിക്കുമ്പോൾ, നാം ക്രിസ്തുവിൻ്റെ പഠിക്കുമ്പോൾ വെറുതെ പഠിച്ചിട്ട് ഇറങ്ങിപ്പോകാനുള്ളതല്ല ബൈബിൾ ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു പേഴ്സണൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഇതിനുണ്ടാകണം. വ്യക്തിപരമായി ഇതിനെ നമ്മുടെ ലൈഫിൽ ഒന്ന് അപ്ലൈ ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഇങ്ങനെയുള്ള പ്രവണതകൾക്കെതിരെ അരുതെന്ന് പറയുവാനുള്ള തൻ്റെ ഇടം, ആ ധാർമ്മികമായ ആ ധൈര്യം ആർജിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ ഈ പഠിപ്പിക്കലുകൾ എനിക്ക് നിങ്ങൾക്കും ബലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന വിഷയം വന്നപ്പോൾ ശത്രുക്കൾ രണ്ടും അങ്ങ് ഒന്നായി. ഹെരോദാവും പീലാത്തോസും വലിയ സുഹൃത്തുക്കളൊന്നുമല്ല. സുഹൃത്തുക്കളല്ലെന്ന് മാത്രമല്ല, അവർ തമ്മിൽ അത്ര നല്ല സുഖകരമായ ബന്ധമൊന്നുമല്ല. പക്ഷേ ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന വിഷയം വന്നപ്പോൾ അവർ രണ്ടും കൂടെ അങ്ങ് കൈ കൊടുത്തു. ഇത് തന്നെയാണ് ഇന്ന് നടക്കുന്നത് കേട്ടോ. ഒരു നീതിമാനെ ക്രൂശിക്കുവാൻ, ദൈവനീതിയിൽ ജീവിക്കുന്ന ഒരുവനെ, ഒരു ഭക്തനെ എതിരെ ആക്രോശിക്കുന്ന അവസരം വരുമ്പോൾ പരസ്പരം പോരാടുന്നവരും ഒന്നായിത്തീരുന്ന ഒരനുഭവം ലോകത്തിൽ സംജാതമാകും. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവജനം, ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 12-ാം വാക്യങ്ങളൊക്കെ നിങ്ങൾ റെഫറൻസിനായിട്ട് വായിക്കാം. ക്രിസ്തുവിൻ്റെ ക്ഷമയും സഹനവും സ്നേഹവും പ്രായോഗികമാകാതെ, ഒന്നുകൂടെ ഞാൻ പറയാം, ക്രിസ്തുവിൻ്റെ ക്ഷമയും സഹനവും സ്നേഹവും പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിക്കാതെ സ്വർഗം 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 എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ക്രിസ്തുവിൻ്റെ ആ ക്ഷമയും സ്നേഹവും ആ സഹനവും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് പ്രേക്ഷിത വേലയിൽ ഒരുപാട് കഷ്ടം സഹിച്ച ഒരു ദൈവപുരുഷനാണ്. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, അങ്ങനെ എല്ലാം അനുഭവിച്ച ഒരു ക്രിസ്തു ശിഷ്യനാണല്ലോ, ഒരു അപ്പോസ്തല ശ്രേഷ്ഠനാണല്ലോ പൗലോസ്. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 3 മുതലുള്ള 10 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് വായിക്കാം. ഇറ്റ് മേ ഈവൻ ലീഡ് അപ് ടു മാർട്ടിർഡം. ഇതൊരു പക്ഷേ
ആ ഒരു രക്തസാക്ഷിത്വം വരെ ഒരുവനെ കൊണ്ടെന്നെത്തിച്ചു വരാം. എന്നാൽ അതിനെല്ലാം കൂടെ പൗലൂസ് നൽകുന്ന ഒരു മറുപടിയുണ്ട്. പീഡനത്തിൻ്റെ നടുവിൽ പൗലൂസിൻ്റെ പ്രതികരണം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടമോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇതിനൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കണം. നോക്കണം, ആ പദപ്രയോഗത്തിന് വളരെ അർത്ഥമുണ്ട്. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ഒന്നിനും, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 34 മുതൽ 39 വാക്യങ്ങളാണ്. ശ്രദ്ധിക്കണേ. മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ, വാഴ്ചകൾക്കോ, അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ, യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതിനു മുമ്പിൽ പറഞ്ഞ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. നീതി നിമിത്തം, ക്രിസ്തു നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ദൈവജനത്തിന് അതിൻ്റെ മേൽ ജയം എടുക്കുവാൻ, അതിൻ്റെ മേൽ ജയം പ്രാപിക്കുവാൻ ധാർമ്മികമായി ബലം നൽകുന്നത് യേശു ക്രിസ്തുവിലൂടെ ഞാനും നിങ്ങളും അനുഭവിച്ച സ്നേഹമാണ് എന്നുള്ള വസ്തുത മറന്നു പോകരുത്. അവൻ നമ്മെ സ്നേഹിച്ചു. അവൻ നമുക്കായി തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു തന്നു. ആ സ്നേഹം ഓർക്കുമ്പോൾ ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു: ടു ബി റൈറ്റ്ഷ്യസ് ഇസ് ടു ബി ക്രൈസ്റ്റ് ലൈക്ക്. വി ആർ റൈറ്റ്ഷ്യസ് നോട്ട് ബിക്കോസ് we are fanatical or stupid. നമ്മൾ റൈറ്റ്ഷ്യസ് ആണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മെ ഭ്രാന്തനെന്ന് വിളിക്കുന്ന ഒരു ലോകത്തിലുണ്ടാകാം. എന്നാൽ അവരോട് പറയാനുള്ള മറുപടി: ടു ബി റൈറ്റ്ഷ്യസ് ഈസ് ടു ബി ക്രൈസ്റ്റ് ലൈക്ക്. നീതിമാനെന്ന് പറയുക, നീതീകരിക്കപ്പെട്ടവനെന്ന് പറയുക, നീതീകരിക്കപ്പെട്ട വിശ്വാസിയായി ജീവിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. Do not retaliate against our persecutors. നമ്മെ പീഡിപ്പിക്കുന്നവർക്കെതിരെ റിട്ടാലിയേറ്റ് ചെയ്യുവാൻ, പ്രതികരിക്കുവാൻ, പകരം ചെയ്യുവാൻ നാം പോകരുത്. Please do not hold any resentment against them. അവർക്കെതിരെ ഒരു വൈരാഗ്യവും വെച്ച് പുലർത്തുവാൻ നാം അനുവദിക്കുന്നില്ല. Rejoice in the fact that this process that we are, it proves that we are God's children and we have a great reward in heaven. നാം ഉപദ്രവിക്കപ്പെടുന്നുവെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം: നമ്മൾ ദൈവകുഞ്ഞുങ്ങളാണ്, നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഇത് നിമിത്തം തെളിയിക്കപ്പെടുകയാണ്. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 6:26, 2 തിമോത്തിയോസ് 4:3-4 വാക്യങ്ങൾ, മത്തായി സുവിശേഷം 5:44, ലൂക്കോസ് 23:34, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 60-ാം വാക്യം, റോമാലേഖനം 8-ാം അധ്യായം 7-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തി തന്നെ 5:40-41 വാക്യങ്ങൾ. ഈ വേദഭാഗങ്ങൾ നിങ്ങൾ റെഫറൻസിനായി നോട്ട് ചെയ്താലും ഞാൻ എൻ്റെ ചിന്തകളെ, ക്ലാസ്സിനെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ക്രിസ്തു യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ നമ്മുടെ ഉള്ളങ്ങളിൽ തറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ ഇടവരുത്തട്ടെ. ക്രിസ്തു യേശുവിലുള്ള സ്നേഹത്തിൻ്റെ ധൈര്യം, ഉറപ്പ്, അത് നമുക്ക് ജീവിതത്തിൽ ലഭ്യമാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
തുടർന്നുള്ള ക്ലാസ്സുകളിൽ അഷ്ടസൗഭാഗ്യ ചിന്തകളുടെ പഠനം ഇന്നുകൊണ്ട് അവസാനിക്കുന്നുവെങ്കിലും ഗിരിപ്രഭാഷണ ഇതളുകൾ തുടർ ക്ലാസ്സുകളിൽ നാം ചിന്തിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ